നമസ്കാരം സുഹൃത്തുക്കളെ, JP ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മോദി പങ്കുവച്ച ട്വീറ്റ് വൻ വിവാദമായി മാറിയിരിക്കുകയാണ്. മോദിയെ പോലെ തന്നെ പൂർണ്ണ പരാജയമായ തന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് മോദി ഉപയോഗിച്ച വാക്കുകൾ രാജ്യത്തെ ജനങ്ങളെ എത്രമാത്രമാണ് വെറുപ്പിച്ചത് എന്ന് കാണേണ്ടതാണ്. PR വർക്ക് കൊണ്ട് മോദി കെട്ടിപ്പൊക്കിയ ആ ചില്ലുകൊട്ടാരം ദയനീയമായി തകർന്നടിയുന്ന കാഴ്ച. മോദിയുടെ മന്ത്രിയെ പുകഴ്ത്തിയുള്ള ട്വീറ്റും അതിന് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണവും മോദിയുടെ യഥാർത്ഥ ജനപിന്തുണ എന്താണ് എന്ന് വ്യക്തമായി കാണിക്കുകയാണ്. ഇക്കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പരിപൂർണ പരാജയമായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് ജന്മദിന ആശംസ നേർന്നുകൊണ്ട് മോദി കുറിച്ചത് ഇങ്ങനെയാണ്. കേന്ദ്രമന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻജിക്ക് ജന്മദിന ആശംസകൾ. ഇന്ത്യയെ അറിവിന്റെയും പഠനത്തിന്റെയും നവീകരണത്തിന്റെയും കേന്ദ്രമാക്കാൻ ലക്ഷ്യമിടുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനായി അദ്ദേഹം അഭിനന്ദനാർഹമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തൊരു ധാർഷ്ട്യമാണ് ഈ വാക്കുകളിൽ. ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ഭാവി തച്ചുടച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദനാർഹമായ ശ്രമങ്ങൾ എന്ന് വിളിക്കാൻ ഇദ്ദേഹത്തിന് എങ്ങനെ ധൈര്യം വരുന്നു? എന്താണ് ഇവിടെ അഭിനന്ദനാർഹം? ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായി തകർത്തതാണോ അഭിനന്ദനാർഹം? അതോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇരുട്ടിലാക്കിയതോ? പരീക്ഷാ അഴിമതിയും പേപ്പർ ചോർച്ചയും കാരണം മനം നൊന്ത് 20-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത് ആ കുടുംബങ്ങൾ കണ്ണീരൊഴുക്കാൻ കാരണക്കാരനായ വ്യക്തിയെയാണോ മോദി നിങ്ങൾ അഭിനന്ദിക്കുന്നത്? മോദിയുടെ ഈ ട്വീറ്റിന് ലഭിച്ച പ്രതികരണം എന്താണ് എന്ന് വ്യക്തമായി കണ്ടുകൊള്ളൂ. 100 മില്യണിലധികം എക്സ് ഫോളോവേഴ്സ് ഉള്ള മോദിയുടെ ഈ ട്വീറ്റ് ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കണ്ടത് വെറും 6.3 മില്യൺ ആളുകളാണ്. ഓക്കെ, അത് ഡീസന്റ് വ്യൂസ് ആണ് എന്ന് സമ്മതിക്കുന്നു. എന്നാൽ അതിന് ലഭിച്ച പ്രതികരണങ്ങളാണ് കാണേണ്ടത്. 6.3 മില്യൺ ആളുകൾ ഈ ട്വീറ്റ് കണ്ടപ്പോൾ ലൈക്ക് ചെയ്തത് വെറും 9,500 പേർ മാത്രമാണ്. 6.3 മില്യൺ ആളുകൾ കണ്ടിട്ട് 10,000 പേർ പോലും അത് ലൈക്ക് ചെയ്തില്ല എന്ന് കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാവുമല്ലോ ജനങ്ങൾ എത്രത്തോളമാണ് വെറുക്കുന്നത് എന്ന്. സാധാരണ ഏതൊരാളും ട്വീറ്റ് ചെയ്യുന്നതിന് മിനിമം 3% വ്യൂവേഴ്സ് എങ്കിലും ലൈക്ക് ചെയ്യാറുണ്ട്. മോദിയെ പോലെയുള്ള വിശ്വഗുരു ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മോദിയുടെ ഫോളോവേഴ്സ് എല്ലാം മന്ദഭക്തർ ആയിരിക്കുമ്പോൾ 10% പേരെങ്കിലും ലൈക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു 6-6.5 ലക്ഷം ലൈക്ക് ലഭിക്കേണ്ടതാണ്. എന്നാൽ 9,500 ലൈക്കുകൾ മാത്രമേ 6.3 മില്യൺ വ്യൂസ് ഉള്ള ഈ ട്വീറ്റിന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ 1% പോലും ആളുകൾ അത് ലൈക്ക് ചെയ്തില്ല എന്ന് മനസ്സിലാവും. 1% വെറും 0.15% ആളുകൾ മാത്രമാണ് മോദിയുടെ ഈ ട്വീറ്റ് ലൈക്ക് ചെയ്തത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുമല്ലോ ആളുകൾ എത്രത്തോളമാണ് മോദിയെയും BJPയെയും അവരുടെ ഭരണത്തെയും വെറുക്കുന്നത് എന്ന്. മോദിയുടെ മന്ദഭക്തരായ ഫോളോവേഴ്സ് ഉൾപ്പെടെയുള്ളവർ വെറുക്കാൻ തുടങ്ങിയെന്ന് വളരെ വ്യക്തം. അത് റീപോസ്റ്റ് ചെയ്തത് വെറും 4,000-ൽ താഴെ ആളുകൾ മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ 3,900 പേർ. അത്ര ദയനീയമാണ് മോദിക്ക് ഇപ്പോൾ ഇന്ത്യയിലുള്ള പിന്തുണ. എക്സിൽ ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 5 മില്യൺ പേരെങ്കിലും ഇത് ഡിസ്ലൈക്ക് ചെയ്തേനെ എന്ന് ഊഹിക്കാം. 8,300 പേരാണ് ഇതിന്റെ അടിയിൽ കമന്റ് ഇട്ടത്. ആ കമന്റുകളിൽ 99%-ലധികവും മോദിയുടെ ഈ നാണംകെട്ട പ്രവൃത്തിയെ, ഹൃദയമില്ലാത്ത പ്രവൃത്തിയെ വിമർശിക്കുന്നതാണ്. ഞാൻ മൊത്തം നോക്കിയപ്പോൾ ആകെ 3-4 കമന്റുകൾ മാത്രമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നതായി ഉള്ളത്. ബാക്കിയെല്ലാം വിമർശിക്കുന്നതാണ്. അതും ഹിന്ദുക്കളായ ആളുകൾ, എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കളാണ് ശക്തമായ വിമർശനവുമായി കമന്റ് ഇട്ടത്. ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ് എന്ന് മനസ്സിലായല്ലോ. അതിൽ ചില കമന്റുകൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് വായിക്കാം. ശന്തനു എഴുതിയത്: പല വിദ്യാർത്ഥികളുടെയും മരണത്തിന് കാരണക്കാരനായ വ്യക്തിക്ക് പ്രധാനമന്ത്രിയിൽ നിന്ന് ആശംസകൾ ലഭിക്കുന്നു. ഡി എഴുതിയത്: നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ ശ്രദ്ധേയമായ ശ്രമങ്ങൾക്ക് കേന്ദ്രമന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻജിക്ക് ജന്മദിനാശംസകൾ നേരാൻ ഈ 18 വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നു. അവർ പങ്കുവച്ച ഈ ചിത്രം പേപ്പർ ചോർച്ച മൂലം ആത്മഹത്യ ചെയ്ത 18 വിദ്യാർത്ഥികളുടേതാണ്.
ഹൃദേശ് സിൻഹ എഴുതിയത്. മോദി വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തുന്നു. അതിന്റെ അർത്ഥം ധർമ്മേന്ദ്ര പ്രധാൻജി രാജിവെക്കില്ല എന്നാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. പേപ്പർ ചോർച്ച ഒരു പ്രശ്നമേ അല്ല. ഈ അംഗീകാരത്തിന് നന്ദി നരേന്ദ്രമോദിജി. ശിവം സ്പീക്സ് എഴുതിയത്. യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാരിന് കഴിയാതെ വരുമ്പോൾ അവരെ തീവ്രവാദികൾ എന്ന് വിളിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത് ജനാധിപത്യമല്ല, ഇത് അഹങ്കാരത്തിന്റെ രാഷ്ട്രീയമാണ്. ഹർമീത് കൗർ കെ എഴുതിയത്. നിങ്ങളുടെ ധർമ്മേന്ദ്ര പ്രധാനിന്റെ കഴിവില്ലായ്മ കാരണം ആത്മഹത്യ ചെയ്ത ഈ യുവ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ നിങ്ങൾ എന്തെങ്കിലും അനുശോചനം അറിയിച്ചോ? അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനങ്ങളെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് മോദിജി? എത്രയോ ഹൃദയശൂന്യവും ലജ്ജാകരവുമായ സന്ദേശം. കോമൾ എഴുതിയത്. ജന്മദിന ആശംസകൾ. ധർമ്മേന്ദ്ര പ്രധാനെ ഓർത്ത് ലജ്ജിക്കുന്നു. ഒപ്പം ഇത്രയൊക്കെ ആയിട്ടും അദ്ദേഹത്തെ പുറത്താക്കാത്തവരെ ഓർത്തും. ഹൃദേശ് രാജ് പുരോഹിത് എഴുതിയത്. ദേശീയ വിദ്യാഭ്യാസ നയം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അറിവ്, പഠനം, നവീകരണം, വിശ്വാസ്യത, ചോർച്ച എന്നിവയുടെ കേന്ദ്രം. പേപ്പർ ചോർച്ച യന്ത്രം. ക്യാപ്റ്റൻ പവൻ എഴുതിയത്. പ്രിയപ്പെട്ട ധർമ്മേന്ദ്ര അങ്കിൾ, ജന്മദിന ആശംസകൾ. നിങ്ങൾക്ക് ഇന്ന് 57 വയസ്സ് തികയുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിന്റെ പകുതി പോലും എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും വൈകിപ്പോയി. അതിനുശേഷം ഇതുമൂലം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ പേരുകൾ എഴുതിയിരിക്കുന്നു. അതായത് ഈ വിദ്യാർത്ഥികൾ പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആയുസിന്റെ പകുതി പോലും എത്തിക്കാൻ ആയില്ല എന്ന്. അതിനുശേഷം പേപ്പർ ചോർച്ച മൂലം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ പേരുകൾ എഴുതിയിരിക്കുന്നു. ഋതിക് മിശ്ര, അൻഷിക പാണ്ഡെ, ഭവ്യശ്രീ, ഉമേഷ് മാലി. അങ്ങനെ സന്തോഷ് സുബ്രഹ്മണ്യം എഴുതിയത്. നിലവിൽ ഇന്ത്യ പേപ്പർ ചോർച്ചകളുടെ ഒരു കേന്ദ്രമാണ്. മനുഷ്യചരിത്രത്തിൽ ഒരു സർക്കാർ നടത്തിയ ഏറ്റവും കൂടുതൽ പേപ്പർ ചോർച്ചകൾക്ക് നമുക്ക് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് നൽകണമായിരുന്നു. അറിവ്, പഠനം, നവീകരണം എന്നിവയുടെ കേന്ദ്രം. ഇതിനെല്ലാം വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് വെറും തുച്ഛമായ തുകയാണ്. റോഷൻ റായ് എഴുതിയത്. വിദ്യാഭ്യാസ മേഖലയിലെ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ. വിദ്യാഭ്യാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരെയും നിങ്ങളെപ്പോലെയാക്കാൻ വേണ്ടിയാണ്. തീർച്ചയായും പ്രശംസനീയം. രാമചന്ദ്ര എഴുതിയത്. ഈ പൊതു പോസ്റ്റ് ഒഴിവാക്കേണ്ടതായിരുന്നു. സ്വന്തം പൗരന്മാരോടുള്ള ഈ മനുഷ്യന്റെ ധിക്കാരവും നന്ദിയില്ലായ്മയും ഇത് കാണിക്കുന്നു. തികച്ചും ലജ്ജാകരം. സായക് ദത്ത എഴുതിയത്. ഉദ്യോഗാർത്ഥികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, അതേസമയം മോദിജി. യഥാർത്ഥ് മിശ്ര എഴുതിയത്. ഇവിടെ ഇത് പറയുന്നതിൽ ഖേദമുണ്ട്. എന്നാൽ നിങ്ങളുടെ 12 വർഷത്തെ ഭരണകാലത്ത് വിദ്യാഭ്യാസ മന്ത്രാലയത്തോടുള്ള നിങ്ങളുടെ സമീപനം വളരെ നിസ്സാരമായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. ആദ്യം നിങ്ങൾ യോഗ്യതയില്ലാത്ത ആളുകളെ മന്ത്രിമാരായി നിയമിച്ചു. അതിനുശേഷം എവിടെയും കാര്യമായ മാറ്റങ്ങളൊന്നും കാണാനില്ല. വളരെ സങ്കടകരമാണ്. ശുഭം കുമാവത്ത് എഴുതിയത്. ധർമ്മേന്ദ്ര പ്രധാൻ അബദ്ധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം UGC റെഗുലേഷൻ, പിന്നെ CBSE OSM, ഇപ്പോൾ നീറ്റ് പേപ്പർ ചോർച്ച. ഇവിടെ AI നവീകരണങ്ങളൊന്നും നടക്കുന്നില്ല. തൊഴിൽ വിപണി തകരുന്നു. പല രാഷ്ട്രീയക്കാരുടെയും മക്കൾ വിദേശത്ത് പഠിക്കുന്നു. അശുതോഷ് ഝാ എഴുതിയത്. തീർച്ചയായും മോദിജി, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്ന നീറ്റ് പോലുള്ള എല്ലാ പരീക്ഷാ പേപ്പർ ചോർച്ചകളും റദ്ദാക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം കഠിനമായി ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ റദ്ദാക്കാറുമില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹമൊന്നുമല്ല ചെയ്യുന്നത്, നിങ്ങളും നിങ്ങളുടെ മറ്റ് ആളുകളുമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് ഒരു കാര്യവുമില്ല. ആദർശ് ശ്രീവാസ്തവ എഴുതിയത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തത്? വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വേണ്ടി അദ്ദേഹം എന്ത് നല്ല കാര്യമാണ് ചെയ്തത്? അദ്ദേഹത്തിന് വിദ്യാഭ്യാസവുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റിൽ മാത്രമാണ് മിടുക്കൻ. ദിവാൻഷു എഴുതിയത്. ഈ ട്വീറ്റ് നിങ്ങൾ ഒരു രാക്ഷസനാണെന്നും വിദ്യാർത്ഥികളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വിലയുമില്ലെന്നുള്ളതിനും തെളിവാണ്. നിങ്ങളാണ് ആ കസേരയിലിരിക്കുന്ന ഏറ്റവും അഹങ്കാരിയായ വ്യക്തി അങ്കിൾ. അനുകൂലിച്ചുള്ള 2-3 കമന്റുകളിൽ ഒന്നാണ് അടുത്തത്. രമേഷ് കുമാർ പറഞ്ഞത്. ഭാരതത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന മന്ത്രിക്ക് ജന്മദിന ആശംസകൾ. ഇതും അനുകൂലിച്ചുള്ള ഒരു കമന്റാണ്. അമിത് സിംഗ് എന്ന മരമണ്ടൻ സംഖ്യ കുറിച്ചത്. മോദിജിയുടെ നേതൃത്വത്തിൽ പ്രധാൻജി മികച്ച ജോലിയാണ് ചെയ്യുന്നത്. അതെ, ഈ 2 പിന്തുണയ്ക്കുന്ന കമന്റുകൾ മാത്രമാണ് എനിക്ക് ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞത്. ബാക്കി 99% കമന്റുകളും
മോദിയെയും അദ്ദേഹത്തിന്റെ മന്ത്രിയെയും ക്രൂരമായി വിമർശിക്കുന്നവയാണ്. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്തു പോകുമ്പോഴും നിങ്ങൾക്ക് കാണാം എല്ലാം തന്നെ വിമർശിക്കുന്ന കമന്റുകൾ ആണെന്ന്. മോദിയുടെ ജനപ്രീതി പൂർണ്ണമായും തകർന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ പ്രതികരണങ്ങൾ. ഈ വരുന്ന കമന്റുകൾ വെറുമൊരു പ്രതികരണമല്ല, മറിച്ച് രാജ്യത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തിന്റെ, പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാത്ത സാധാരണക്കാരായ ഹിന്ദുക്കളുടെ അടക്കാനാവാത്ത ദേഷ്യമാണ്. ഇത്രയും കാലം ഹിന്ദുക്കളുടെ പേരും പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച മോദിയെയും അദ്ദേഹത്തിന്റെ അഹങ്കാരവും കഴിവില്ലായ്മയുള്ള മന്ത്രിസഭയെയും ഇന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായ ഹിന്ദുക്കൾ ഒന്നടങ്കം വെറുത്തു കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ കാണുന്നത്. ജനങ്ങൾ അത്രമേൽ മടുത്തു കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. നരേന്ദ്രമോദിയുടെയും ഈ സർക്കാരിൻ്റെയും നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാലങ്ങളായി ഇവർ ഇറക്കിക്കൊണ്ടിരുന്ന ജുംലകളും നാടകങ്ങളും വൈകാരിക പ്രകടനങ്ങളും ഇനി ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ ചിലവാകില്ല. അതിൻ്റെ ഏറ്റവും വലിയ ലൈവ് തെളിവാണ് ഈ ട്വീറ്റിന് താഴെ രാജ്യം കാണുന്നത്. ജനവിശ്വാസമോ ഹിന്ദുക്കളുടെയോ ഇന്ത്യൻ വോട്ടർമാരുടെയോ പിന്തുണയോ ഒന്നുമല്ല ഇവരെ ഇപ്പോൾ ഭരണത്തിൽ നിലനിർത്തുന്നത്. സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത, സ്വന്തം കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മീഷന്റെ തണലിൽ മാത്രമാണ് ഈ സർക്കാർ ഇന്നും അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. ജനങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ ഇന്ത്യയിലെ യഥാർത്ഥ വസ്തുത. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി, നമസ്കാരം.